എന്റെ പൊന്നുമോനെ കൊന്നവനാണ്. എന്റെ കുടുംബവും ജീവിതവും തകർത്തവനാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ ഉമ്മയുടെ വാക്കുകളാണിത്. ഏറെ നാളിന് ശേഷം ഉമ്മ പ്രതികരിച്ചിരിക്കുന്നു. ഷെമി ആദ്യമൊന്നും പ്രതികരിച്ചിരുന്നില്ല. മകനെ കാണണമെന്നും എന്റെ ഒരു മകൻ മരിച്ചു, എന്റെ അടുത്ത മകനെയും കൂടി കൊലപാതകയാക്കരുത്, അവനെ ജയിലിലാക്കരുത്, എനിക്ക് എന്റെ മകനെ വേണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഉമ്മയുടെ വാക്കുകളാണ് ഷെമിയാണ് ഇപ്പോൾ നേരെ വിപരീതമായി തിരിച്ച് അഫാനെതിരെ പറഞ്ഞിരിക്കുന്നത്. ആദ്യമൊക്കെ നമുക്കറിയാം, ഒരു മാധ്യമം തന്നെ ഉമ്മയോട് ചോദിക്കുമ്പം എന്റെ ഒരു മകൻ പോയി, എനിക്ക് എന്റെ അടുത്ത മകൻ വേണം വേണം എന്ന് പറഞ്ഞിരുന്ന ഉമ്മ ഇപ്പോൾ ബോധം വന്നു എന്ന് തോന്നുന്നു ഷെമിക്ക്. നേരത്തെ അബോധാവസ്ഥയിലായിരുന്ന ഷെമി ഇപ്പോൾ ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വന്നപ്പോഴായിരിക്കാം തന്റെ പൊന്നോമനയായ ഇളയ കുഞ്ഞിനെ കൊന്നത് ചേട്ടൻ തന്നെയാണ്, എന്റെ ഒരു കുഞ്ഞിനെ അവൻ കൊന്നു, എന്റെ കുടുംബം നശിപ്പിച്ചു എന്നൊക്കെയുള്ള ഒരു ബോധം വന്നത്. നമുക്കറിയാം, കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച കൊലപാതകമായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിലെ 5 പേരെയാണ് അഫാൻ കൊന്നു തള്ളിയത് എന്ന് തന്നെ പറയാം. കടബാധിതകൾ എന്ന് പറയുമ്പോഴും എന്തിനാണ് ഈ 5 പേരെ കൊന്നത് എന്നുള്ളത് ഇപ്പോഴും വിചിത്രമായി തന്നെ നിൽക്കുകയാണ്. പോലീസ് അന്വേഷണം നടത്തിയാണ്. ഏതായാലും ഷെമി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ഷെമിയുടെ വാക്കുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് 25 ലക്ഷം രൂപ മാത്രമേ കടബാധ്യത ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അഫാൻ മൊബൈൽ ഫോൺ ആപ്പ് വഴി ലോൺ എടുത്തിരുന്നു. നമുക്കറിയാം, പല ആപ്പുകൾ വഴി മൊബൈൽ ഫോണിലൂടെ ലോൺ എടുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ അഫാൻ അനാവശ്യമായി ലോൺ എടുത്തിരുന്നു. എന്തിനെന്നൊരു ചോദ്യം അവിടെ വീണ്ടും ഉയരുന്നുണ്ട്. അഫാൻ ഈ അനാവശ്യമായിട്ടുള്ള ലോൺ എടുത്തതാണ് വീണ്ടും അഫാനെ കടബാധ്യതയിലേക്ക് നയിച്ചത്. 25 ലക്ഷം രൂപ മാത്രമേ ഞങ്ങൾക്ക് കടമുണ്ടായിരുന്നുള്ളൂ, അത് തിരിച്ചടയ്ക്കാവുന്നത് മാത്രമേ ഉണ്ടായിരുന്നു. വീട് വിറ്റ് കഴിഞ്ഞാൽ അവരുടെ കടം തിരിച്ച് ആ ബാധ്യത തീർക്കാവുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അഫാന്റെ ഉപ്പയും അഫാന്റെ പിതാവും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും പോലീസിനോടും ഒക്കെ പറഞ്ഞിരുന്നു. അത് തിരിച്ചടയ്ക്കാവുന്ന കടം മാത്രമേ ഉള്ളൂ, വീട് കൊടുത്താൽ കടം പരിഹരിക്കുക, അത്രയും വലിയ കോടികളുടെ കടമോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ അവർക്ക് നിവൃത്തിയില്ലാത്ത കടമോ ഒന്നും ആയിരുന്നില്ല, തിരിച്ചടയ്ക്കാമായിരുന്നു. പിന്നെ എന്തിന് ഈ ക്രൂര കൃത്യം ചെയ്തു എന്നുള്ളത് വീണ്ടും ചോദ്യം അവിടെ ഉയരുകയാണ്. അഫാന് ഉമ്മയോട് വിരോധമില്ല, ഈ ഇളയ അനുജനോട് വിരോധമില്ല, സ്നേഹിച്ച പെൺകുട്ടിയോട് വിരോധമില്ല. അല്പം അസ്വാരസ്യങ്ങൾ ഉള്ളത് കുറച്ച് ബന്ധുക്കളോട് മാത്രമാണ്. പിതാവിന്റെ സഹോദരൻ ലത്തീഫിനോടൊക്കെ കുറച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് വീട് വിൽക്കാൻ അദ്ദേഹം സമ്മതിക്കാത്തതിന്റെ പേരിലാണ് അത്തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ തന്നെ കാരണം എന്നിപ്പോ ഉമ്മ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പിതാവിന്റെ ഉമ്മ അതായത് മുത്തശ്ശിയോട് അഫാന് വിരോധമില്ലായിരുന്നു. പക്ഷെ മാല പണയം വെക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ അപ്പോഴത്തെ ഒരു പ്രകോപനമാവാം ഇത്തരത്തിൽ ഉമ്മച്ചിയെ അല്ലെങ്കിൽ ആ മുത്തശ്ശിയെ കൊന്നത് എന്നുള്ളതാണ് ഇപ്പൊ അഫാന്റെ ഉമ്മ പറയുന്നത്. അന്നത്തെ ദിവസം, ഈ കൊലപാതകം നടന്ന ദിവസം 50,000 രൂപ ഇത്തരത്തിൽ കടബാധ്യത തീർക്കണം, അന്ന് തന്നെ കൊടുക്കേണ്ടുന്ന ഒരു കടം കൊടുക്കേണ്ടുന്നതായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അന്നായിരുന്നു ബാങ്കിലെ ലോണിന്റെ വായ്പ അടവ് ദിവസം അന്ന് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം വന്നതിന്റെ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായതാവാം എന്നാണ് അഫാന്റെ ഉമ്മ പറയുന്നത്. മാത്രമല്ല അവർക്ക് തികച്ചും ബോധമില്ലായിരുന്നു എന്നൊരു വെളിപ്പെടുത്തലും കൂടെ നടത്തുന്നുണ്ട്. ഈ തലേ ദിവസം, അതായത് ഈ കൊലപാതക ശ്രമം നടന്നതിന്റെ തൊട്ട് മുമ്പിലുള്ള 2-3 ദിവസങ്ങളായിട്ട് അവർക്ക് ബോധമില്ലായിരുന്നു. അഫാൻ എന്തൊക്കെയോ തന്നെ കഴിപ്പിച്ചിരുന്നു എന്നും അതിൽ എന്തൊക്കെയോ ചേർത്തിരുന്നു എന്നും തികച്ചും എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് അറിയില്ല. പക്ഷേ അഫാന്റെ ഉമ്മ ഇപ്പൊ പറയുന്നത്, ഷെമി പറയുന്നത്, എനിക്ക് തികച്ചും ഒരു ബോധമില്ലായിരുന്നു, അവൻ എന്താണ് ഞാൻ പലപ്പോഴും ഉറക്കാവസ്ഥയിലായിരുന്നു, എനിക്ക് എന്താണ് അവൻ സംഭവിക്കുന്നതെന്നോ അല്ലെ അവൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്നോ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്നെ കഴുത്തിൽ ഷാള് ഞെരിച്ചപ്പോഴും പറയുന്നത്, ഉമ്മേ എന്നോട് ക്ഷമിക്കണേ, എന്നോട് പൊറുക്കണേ എന്നുള്ള രീതിയിലാണോ, എനിക്ക് വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിയിലാണ് അഫാൻ ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഉമ്മയ്ക്ക് ഈ ഷെമിക്ക് സഹിക്കാൻ പറ്റാത്ത തന്റെ ഇളയ കുഞ്ഞിനെ, നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തിലെ ഇളയ കുട്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കരുതലും കുറച്ചുകൂടി സ്നേഹവും ഒക്കെ കാണും. ആ ഇളയ കുട്ടി ഇല്ലാണ്ടായി എന്നൊരു ബോധാവസ്ഥ ഇപ്പൊ ഷെമിക്ക് ഉണ്ടായിരിക്കുകയാണ്. തന്റെ കുഞ്ഞോമനയും കൂടി അവ ഇല്ലാണ്ടാക്കി എന്നുള്ള, അപ്പൊ തികച്ചും അത് ഷെമിക്ക് സഹിക്കാനാകുന്നില്ല എന്നിപ്പോൾ തുറന്നടിച്ച് ഷെമി പറഞ്ഞിരിക്കുകയാണ്. വീട് വിറ്റാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നു എങ്കിലും പിന്നെ എന്തിനാണ് മറ്റുള്ള ഈ പ്രണയിച്ച
കുട്ടിയെ അടക്കം അല്ലെ ആ സുഹൃത്തിനെ അടക്കം വല്യച്ഛൻ എന്ന് പറയുന്ന, അതായത് പിതാവിന്റെ സഹോദരനെ അടക്കം കൊല്ലാനുള്ള ശ്രമത്തിലേക്ക് നയിച്ചത് എന്നുള്ളതും കൂടി ഷെമി വ്യക്തമാക്കുന്നുണ്ട്. ഒരു പക്ഷേ കൂട്ടുകാരിയുടെ കാര്യം അറിയില്ല, മറ്റുള്ളത് ലത്തീഫുമായിട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും മാല പണയം വെക്കാൻ അമ്മൂമ്മയോട്, അതായത് മുത്തശ്ശിയോട് ചോദിച്ചിരുന്നു. അപ്പൊ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. മൊത്തത്തിൽ ഒരു കടബാധ്യത വന്നപ്പോൾ അന്നത്തെ ദിവസം എല്ലാം അടയ്ക്കേണ്ടതായിട്ടും ചിലപ്പോൾ ഷെമി മകനെ കുറ്റപ്പെടുത്തിയിരിക്കുക, അല്ലെങ്കിൽ തന്റെ മേലെല്ലാം കൂടെ വരുന്നു, അല്ലെ താൻ കാരണമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ബോധം, അല്ലെങ്കിൽ അവന് അതിൽ നിന്നും ഈ ഒരു കടം എങ്ങനെ ഇതിൽ നിന്നും വീട്ടണം എന്നുള്ളൊരു തികച്ചും അവന് അറിവില്ലായ്മ, അല്ലെങ്കിൽ അവന് അതിൽ നിന്ന് എങ്ങനെ കടക്കണം എന്നുള്ളൊരു കാര്യം അവന് ബോധമില്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കാം. എന്ത് തന്നെയായാലും ഇതൊന്നും ഈ ഒരു ചോദ്യങ്ങൾക്ക്, അതായത് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരു ധാരണയായിട്ട് ഒരു തീർപ്പായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. അതായത് അന്ന് ഈ പൈസ അടയ്ക്കേണ്ടുന്നത് 24-നായിരുന്നു, അല്ലെങ്കിൽ ഈ കൊലപാതകം നടക്കുന്നതും അന്നത്തെ ദിവസം തന്നെയാണ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അഫാൻ അസ്വസ്ഥനായിരുന്നു എന്നുള്ളതാണ് ഷെമി പറയുന്നത്. പക്ഷെ ഷെമിക്ക് ബോധമില്ലായിരുന്നു എന്നുള്ളത് ഷെമി ആദ്യമേ പറയുന്നുണ്ട്. ജീവിതത്തിൽ അഫാനോട് ക്ഷമിക്കാൻ കഴിയില്ല, തങ്ങളുടെ കുടുംബവും ജീവിതവും തകർത്തു, എന്റെ പൊന്നുമോനെ കൊന്നവനാണ്, അവനോട് എങ്ങനെ ക്ഷമിക്കും? അഫാന് ബന്ധുക്കളിൽ ചിലരോട് വിയോജിപ്പുണ്ടായിരുന്നു, വൈരാഗ്യമുള്ളതായി അറിയുന്നില്ല. കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിനോട് എതിർപ്പ്, പെരുമലയിലെ വീട് വിൽക്കാൻ തടസ്സം നിന്നതിനാണ് ആ ഒരു എതിർപ്പുണ്ടായത്. സൽമ ബീവിയോട്, അതായത് അമ്മൂമ്മയോട്, മുത്തശ്ശിയോട് വലിയ സ്നേഹമായിരുന്നു. മാല പണയം വെക്കാൻ സൽമ ബീവിയോട് ചോദിച്ചിരുന്നു, എന്നാൽ നൽകിയില്ലെന്നും സൽമ പറഞ്ഞു. ഷെമി ഇത്തരത്തിലാണ് ഷെമി ഇപ്പോൾ പുറത്ത് വ്യക്തമാക്കുന്നത്. അഫാന്റെ പിതാവ് നേരത്തെ മകനെതിരെ തന്നെയായിരുന്നു. ഒരിക്കലും ഞാൻ അവനെ കാണാൻ പോകില്ല. പല മാധ്യമങ്ങളും പല ആൾക്കാരും ചോദിച്ചിരുന്നു, അഫാനെ കാണാൻ പോകുന്നുണ്ടോ, അഫാന് വേണ്ടിയിട്ട് വക്കീലിനെ ഏർപ്പാടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അഫാനോട് ചോദിക്കണം എന്നൊക്കെ ചോദിച്ചെങ്കിലും പിതാവ് അന്നും ഇന്നും ഒരേ സ്റ്റാൻഡിൽ തന്നെയായിരുന്നു. ഞാൻ അവനെ ഒരിക്കലും കാണാൻ പോകില്ല, എനിക്ക് അവനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല, എന്റെ കുടുംബത്തെ തകർത്തവനാണ്, എന്റെ കുഞ്ഞു മോനെ അവൻ കൊന്നു, എന്ത് തെറ്റാണ് അവൻ ചെയ്തത്? നമുക്കറിയാം ആ നാട്ടുകാരെല്ലാവരും പറഞ്ഞത് അഫാനും സഹോദരനും തമ്മിൽ വലിയ സ്നേഹബന്ധത്തിലായിരുന്നു. എപ്പോഴും അനുജനെ അവന്റെ ബൈക്കിൽ കൊണ്ടുപോവുകയും പള്ളിയിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്ന അഫാനായിരുന്നു. പിന്നെ എന്തിനാണ് ആ കുഞ്ഞു അനുജനെ പോലും അവൻ വിടാതെ കൊന്നത് എന്നുള്ളതാണ്. അപ്പോഴും പറയുന്നത് കടബാധ്യത വന്നതുകൊണ്ട്, എന്റെ കുടുംബത്തിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എല്ലാരെയും കൊന്നു എന്നാണ് അഫാൻ പറയുന്നത്. പക്ഷെ ഈ കടബാധ്യത തീർക്കാൻ പറ്റുന്നത് മാത്രമായിരുന്നു. പിന്നെ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, എന്തിന് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. കാരണം വീട് വിറ്റാൽ തീരാവുന്ന കടമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഫാനോട് പിതാവ് തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ അഫാൻ തന്നെ പിതാവിനോട് ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ഈ വീട് വിൽക്കാം. അതിനുവേണ്ടി അവർ ശ്രമിച്ചിരുന്നു. അപ്പൊ വീട് വിൽക്കാൻ ചിലപ്പോൾ ഒരു കാലതാമസം എടുക്കും. അതൊക്കെ ഒരു പിതാവ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ബന്ധുക്കാരൊക്കെ ഒരു പക്ഷേ സഹായിക്കുമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നടക്കേണ്ടുന്നതായിട്ടുള്ള കാര്യമില്ല. കൂടി വന്നാൽ ഒരു കടബാധ്യത വന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കേസിലോട്ടോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. പക്ഷെ സ്നേഹിക്കുന്നവരെ, ഏറ്റവും അധികം അഫാന്റെ പ്രിയപ്പെട്ടവളായ കൂട്ടുകാരിയെ, അല്ലെങ്കിൽ സ്നേഹിച്ചവളെ, ഏറ്റവും പ്രിയപ്പെട്ടെന്ന് കരുതിയ കുഞ്ഞനുജനെ ഒക്കെ കൊല്ലാൻ മാത്രം ഇതൊന്നും ഈ ഒരു 25 ലക്ഷം രൂപയുടെ കടം അല്ല. അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഷെമിയുടെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും ഒരു കൃത്യതയില്ലാത്ത വല്ലാത്ത ഒരു കൊലപാതകം, ഏതെങ്കിലും ഒരു കൊലപാതകത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാണും, ഒരു വൈരാഗ്യം കാണും, എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ ഇതുവരെയും അഫാൻ ചെയ്ത ഈ ഒരു കൊലപാതകത്തിന് ഒരു വ്യക്തതയോ ഒരു കൃത്യമായിട്ട് ഇന്നതാണെന്നുള്ളത് പറയാൻ ഇതുവരെ പോലീസിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ്.